ഖുർആനിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് സ്വലാത്ത് അധികമായി ചൊല്ലിയിട്ടുള്ള മുഅ്മിനീങ്ങൾ എത്ര പേരുണ്ട്? വളരെ കുറവാണ്. നമ്മളൊക്കെ സ്വലാത്ത് എത്രയാ? ഒന്നും ചെല്ലുന്നില്ല. സ്വലാത്ത് ചെല്ലുന്നവനെന്ന് ഒരാളെക്കുറിച്ച് പറയണമെങ്കിൽ അയാൾ 300 സ്വലാത്ത് ദിനേന ചൊല്ലുന്നവനാകണം. ഒരു ദിവസം 300 സ്വലാത്തെങ്കിലും ഡെയിലി ചൊല്ലുന്നവനെക്കുറിച്ചേ അയാൾ നല്ലതുപോലെ സ്വലാത്ത് ചൊല്ലും എന്നുള്ള കമൻറ്റ് തന്നെ പറയാൻ പാടുള്ളൂ എന്നാണ് സൂഫിയാക്കൾ. നമ്മളൊരു 3 സ്വലാത്ത് പോലും ചൊല്ലുന്നില്ല, 3 എണ്ണം പോലും ചൊല്ലൂല. നിസ്കാരം കഴിഞ്ഞിട്ട് 3 സ്വലാത്ത് ഉണ്ടെങ്കിൽ അല്ലാഹ് വലിയ വിഷമം. 10 സ്വലാത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകുക തന്നെ പോലും നിസ്കരിക്കാൻ മടിയാണ് നമുക്ക്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുകയാണ്. കൂടെ അതാ മീകായിലുമുണ്ട്, ഇസ്രാഫീൽ അലൈഹിസ്സലാമുമുണ്ട്, അസ്റായീൽ അലൈഹിസ്സലാമുമുണ്ട്. 4 മലക്കുകൾ പ്രവാചകരുടെ സവിധത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ഓഫർ നൽകുകയാണ്. യാ റസൂലല്ലാഹ്, ജിബ്രീൽ അലൈഹിസ്സലാം വാ തുറക്കുകയാണ്. നബിയേ നബിയേ, എല്ലാ ദിവസവും ഒരു 10 സ്വലാത്ത് വീതം തങ്ങളുടെ മേൽ ആരെങ്കിലും ചൊല്ലിയാൽ നാളെ സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടക്കാൻ ഞാനവൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ടവന് പരിപൂർണമായി തുണയേകുമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു വന്ന് നബിയുനാ റസൂലുള്ളാഹി. സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ കരവലയത്തോടുകൂടി സഹായകമാകുമേ. മുടങ്ങാതെ ഒരു 10 സ്വലാത്ത് ഡെയിലി ചൊല്ലിയാലെങ്കിലെന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു വന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമത്തെ വ്യക്തി മീകായിൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് പറയുകയാണ്, നബിയേ തങ്ങളുടെ മേൽ ആരെങ്കിലും ഒരു 10 സ്വലാത്ത് ദിനേന മുടങ്ങാതെ ചൊല്ലിയാൽ നാളെ തങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഹൗദുൽ കൗസറിൽ നിന്ന് അവനെ മതി വരുവോളം കുടിപ്പിക്കുന്നതാകുന്ന നീയത്ത് എന്നിലാണ്. അവന്റെ വയറ് നിറയ്ക്കുന്ന സംഗതി ഞാൻ ഏറ്റു റസൂലേ, ഞാൻ അവനെ ഹൗദുൽ കൗസർ കുടിപ്പിക്കുമേ എന്ന് മീകായിൽ എന്നോട് വാഗ്ദാനം ചെയ്തുവെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ചൊല്ലാൻ ഖുർആൻ തന്നെ കൽപ്പിച്ചതല്ലേ. സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നിങ്ങൾ പ്രവാചകരുടെ മേൽ സ്വലാത്ത് സലാം ചൊല്ലൂ എന്നുള്ള ഖുർആനിന്റെ കൽപ്പന കേട്ടിട്ടുള്ള മുസ്ലിമേ, ചന്ദ്രൂരിലുള്ള പ്രിയപ്പെട്ട ഉമ്മ, നീ എത്ര സ്വലാത്ത് ആ പ്രവാചകരുടെ മേൽ ചൊല്ലുകയുണ്ടായി? നീ ജീവിച്ച കാലം മുതൽ ഇതുവരെ നീ ഒന്ന് കണക്കുകൂട്ട്. ലക്ഷങ്ങൾ ചൊല്ലി തീർത്ത ആളുകളില്ലേ? റസൂലുള്ളാഹിയെ സ്വപ്നത്തിലൂടെ കണ്ടവരില്ലേ? ആ പ്രവാചകരെ സിയാറത്ത് ചെയ്യാൻ മദീനയിൽ പോകാൻ അവസരം കിട്ടിയവരില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ 10 സ്വലാത്ത് മുടങ്ങാതെ കൃത്യമായി ചെയ്താൽ മീകായിൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിയോട് പറയുകയാണ്, തങ്ങൾക്ക് നൽകപ്പെടുന്ന ഹൗദുൽ കൗസറിൽ നിന്ന് അവന് ഞാൻ പാനം ചെയ്യാൻ അവസരം കൊടുക്കുമേ എന്ന് മീകായിൽ എന്നോട് പറഞ്ഞു വന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഞാൻ ഇസ്രാഫീൽ അലൈഹിസ്സലാമിലേക്ക് നോക്കുകയാണ്. നാളെ സൂറന്ന കാഹളത്തിൽ ഊതുന്നതാകുന്ന ഇസ്രാഫീൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഊഴത്തിന്റെ സമയമെത്തിയപ്പോ അദ്ദേഹം റസൂലുള്ളാഹിയോട് പറയുകയാണ്, നബിയേ തങ്ങളുടെ മേൽ ആരെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ട സ്വലാത്ത് ദിനേന 10 പ്രാവശ്യം മുടങ്ങാതെ ചൊല്ലിയാൽ ഏതൊരു സഹോദരനാണോ സഹോദരിയാണോ നാളെ അവരുടെ പാപങ്ങൾ പൊറുക്കാൻ അള്ളാന്റെ മുന്നിൽ ഞാൻ സുജൂദിൽ കടക്കുമേ. അള്ളാഹുവരുടെ പാപം പുറത്തു കൊടുക്കാതെ ഞാൻ എൻ്റെ തല ഉയർത്തില്ല എന്ന് ഇസ്രാഫീൽ എന്നോട് പറഞ്ഞു വന്ന് നബിയുനാ റസൂലുള്ളാഹി. തീർന്നില്ല. അപ്പോഴാണ് അസ്റായീൽ അലൈഹിസ്സലാം നിൽക്കുന്നത്. ലോക ജനതയുടെ മുഴുവൻ റൂഹിനെ പിടിക്കാൻ അള്ളാഹു അവസരം നൽകിയ വ്യക്തിയല്ലേ അസ്റായീൽ അലൈഹിസ്സലാം. അസ്റായീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, നബിയേ
തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് തങ്ങളോടുള്ള അനുരാഗം വെച്ചുകൊണ്ട് തങ്ങളുടെ മേൽ മുടങ്ങാതെ സ്വലാത്ത് ചെല്ലുന്ന ഏതൊരു സത്യവിശ്വാസിയുണ്ടോ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ മാത്രമല്ല ജീവിതം മുഴുവനും അതാ 10 സ്വലാത്ത് ചെല്ലുകയാണ്. നബിദിന ആഘോഷത്തിന്റെ പേരിൽ മാത്രമല്ല, നബി ആഘോഷമാണ്, നബി ആഘോഷമാ. ആ പ്രവാചകരോടുള്ള മഹബ്ബത്താണ്. ആ പ്രവാചകർ ഈ ദീന് കൊണ്ടുവന്നവരല്ലേ, രാപ്പകൽ അധ്വാനിച്ചവരല്ലേ, തൗഹീദിന്റെ വെളിച്ചം ലോകത്ത് മുഴുവനും പ്രസരണം നടത്തിയ വ്യക്തിയല്ലേ. നബുവത്ത് കിട്ടിയ തലം മുതൽ 40ാമത്തെ വയസ്സ് മുതൽ ഉറങ്ങാതെ ഉറക്കമൊഴിച്ചുകൊണ്ട് 23 വർഷങ്ങൾ കൊണ്ട് ലോക ജനതയ്ക്ക് മുഴുവനും പരിശുദ്ധ ഇസ്ലാം എത്തിച്ചതായ വ്യക്തിയല്ലേ. എല്ലാ ദ്വീപുകളിലേക്കും ഉപദ്വീപുകളിലേക്കും പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രസരണം എത്തിയില്ലേ. ആ പ്രവാചകരാകുന്ന തങ്ങളുടെ മേല് ആരെങ്കിലും 10 സ്വലാത്ത് മുടങ്ങാതെ കൃത്യമായി ചൊല്ലിയാൽ അംബിയാ മുർസലീങ്ങൾ റൂഹ് പിടിച്ചതുപോലെ വളരെ മയത്തോടു കൂടിയായിരിക്കും ഞാനവന് റൂഹ് പിടിക്കുക എന്ന് അസ്റായീൽ എന്നോട് പറഞ്ഞു വന്നു നബിയുനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ, റബീഉൽ അവ്വൽ മാസം കഴിഞ്ഞു പോയാലും ആ റസൂലുള്ളാഹിയെ മറക്കല്ലേ, മറക്കല്ലേ. ആ പ്രവാചകരാണ് ഈ ലോകത്തേക്ക് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രസരണം നടത്തിയിട്ടുള്ളത്, നമുക്ക് തൗഹീദിന്റെ വെളിച്ചം പകർന്നു നൽകിയിട്ടുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നതിനോടൊപ്പം തന്നെ സ്വലാത്ത് അധികരിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. എല്ലാ മുസ്ലിമീങ്ങളും ഏറ്റെടുക്കേണ്ടതാണ്, എല്ലാ മോമിനീങ്ങളും ഒന്നടങ്കം ചൊല്ലിത്തീർക്കേണ്ടതാണ് സ്വലാത്ത്. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. ഒരു 10 സ്വലാത്ത് ചെല്ലുന്നവൻ്റെ നേട്ടമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അതിൽ കൂടുതൽ ചെല്ലണ്ടേ ചൊല്ലിക്കോ, എത്ര ചെല്ലിയാലും അത്രയും ഖൈർ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, മാനസികമാകുന്ന വിഷമങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ നീങ്ങാൻ കാരണമാണ് സ്വലാത്ത്. മഹാനാകുന്ന ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്നുകൊണ്ട് നബി തങ്ങളോട് പറയുന്നു, നബിയേ ഞാൻ സ്വലാത്ത് ചെല്ലാൻ ലക്ഷ്യം വെക്കുന്നു ഹബീബേ. എൻ്റെ ജീവിതത്തിൻ്റെതാകുന്ന 4 ഭാഗം തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി നിയ്യത്ത് വെക്കുന്നു. എല്ലാ ദിവസവും ഞാൻ അങ്ങനെ ഒരു സമയം മാറ്റിവെക്കാൻ തയ്യാറാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക. അധികരിപ്പിച്ചാൽ ഖൈറാണ്, അധികരിപ്പിച്ചാൽ ഖൈറാൻ, അധികരിപ്പിച്ചാൽ നിനക്കാണ് നേട്ടം. സയ്യിദുനാ റസൂലുള്ളാഹി നബിതങ്ങൾ മേൽ സ്വലാത്ത് ചൊല്ലലിലൂടെ നേട്ടം കിട്ടുന്നത് നമുക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബിയായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു വീണ്ടും പറയുകയാണ്, എന്നാൽ എൻ്റെ ജീവിതത്തിൻ്റെതാകുന്ന 3/4 ഭാഗവും തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ ഞാൻ റെഡിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫൈൻ സിത്ത ഫഹുവ ഖൈറുൽ ലക. അധികരിപ്പിച്ചാൽ നിനക്ക് ഖൈറാണ്, ഖൈറാൻ. ബഹുമാനപ്പെട്ടവർ പറയുന്നു, എൻ്റെ ഫർളാക്കപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ കഴിഞ്ഞതിന് ശേഷം എൻ്റെ സമയം മുഴുവനും തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ വിനിയോഗിക്കുന്നു. യാ റസൂലല്ലാഹ്. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അത്രേ, ഇദൻ തുഖഫാ ഹംബുക വയുഗ്ഫറു ലക ദംബുക. 2 കാര്യങ്ങളാണ് റസൂലുള്ളാഹി ഓഫർ നൽകുന്നത്. ഫർളായ കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതം മുഴുവനും തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ ഞാൻ വിനിയോഗിക്കുമെന്ന് ഒരു സ്വഹാബി നബി തങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ നബി തങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി തിരിച്ചു കൊടുക്കുന്ന മറുപടി, എന്നാൽ നിന്റെ എല്ലാ വിഷമങ്ങളും നീങ്ങുമേ, നിന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുമേ എന്നും നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സമയം കിട്ടുമ്പോഴൊക്കെ, ഒഴിവ് കിട്ടുമ്പോഴൊക്കെ അങ്ങനെ ചൊല്ലണം സ്വലാത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വലാത്ത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം ഉണ്ടാക്കുന്നതാണ്. ഈ റബീഉൽ അവ്വൽ മാസം എത്ര സ്വലാത്ത് നമ്മൾ ചൊല്ലി, എത്ര ദിക്ർ നമ്മൾ ചൊല്ലി, ചിന്തിക്ക്. ഇതൊന്നും നമുക്ക് നാളെ ആഖിറത്തിൽ ഇതൊന്നും പ്രതിഫലം കിട്ടാതിരിക്കില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ മനസ്സിലായിക്കോ, അശുദ്ധിയുള്ള ഘട്ടങ്ങളിൽ പോലും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നതാണ് സ്വലാത്ത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ദിക്ർ ചെല്ലാം, അതുപോലെ തന്നെ സ്വലാത്ത് ചെല്ലാം നിങ്ങൾക്ക് അനുവദനീയമാണ് അശുദ്ധിയുടെ ഘട്ടങ്ങളിൽ.
ആ സമയത്ത് ഖുർആൻ ഓതാൻ പറ്റൂലല്ലോ. അപ്പോൾ സ്വലാത്ത് അധികരിപ്പിക്കുക. ഒരു മനുഷ്യൻ ഒരു നിയ്യത്തും ഇല്ലാതെ വെറുതെ ഇരുന്ന് ചെല്ലിയാൽ പോലും കൂലി കിട്ടുന്നതാണ് സ്വലാത്ത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ പരമാവധി അധികരിപ്പിക്കുക. എത്ര ചെല്ലാൻ പറ്റുമോ അത്രയും ചെല്ലുക. അപ്പോൾ ഖുർആൻ ഓതണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചെല്ലണം, പരിശുദ്ധ പ്രവാചകൻ്റെ മേൽ സ്വലാത്ത് ചെല്ലണം. ഖുർആനിൻ്റെ കൽപ്പനയാണ്, അത് ശിരസാ വഹിക്കണം. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഫീ കുല്ലി യൗമിൻ മിഅത മറ, ആരെങ്കിലും ഒരു ദിവസം 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി ചൊല്ലിയാൽ ഗുഫിറ ലഹു അവൻ്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വളരെ എളുപ്പമുള്ള ദിക്റാണ് ഇതൊക്കെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഒരു 100 ചൊല്ലിയ പാപങ്ങൾ അല്ലാഹു പൊറുക്കും. ഹദീസാണ്. ആർക്കാ നിഷേധിക്കാൻ പറ്റുക? ഒരാൾ നിഷേധിച്ചിട്ടുമില്ലല്ലോ. പക്ഷേ ഇന്ന് നമുക്ക് സംഭവിച്ച ഏറ്റവും വലിയ തെറ്റ്, സുന്നികൾക്ക് തന്നെ ഈ ദിക്റുകൾക്കൊക്കെ മാഹാത്മ്യം നമ്മൾ കളഞ്ഞു. ഇതൊന്നും വലിയ ശ്രേഷ്ഠതയില്ലാന്ന് മനസ്സിലാക്കി കളഞ്ഞു. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നല്ല ദുആകൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കി. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. അല്ലാഹു ദുനിയാവിലും നന്മ നൽകണം, ആഖിറത്തിലും നന്മ നൽകണം, നരക ശിക്ഷയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആ. നിസ്കാരത്തിന് ശേഷം ഒന്നും ഈ ദുആ ആരും ചെയ്യുന്നില്ല, സ്വന്തമായി ചെയ്യുന്നില്ല, കൂട്ടമായിട്ടുമില്ല. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. പരിശുദ്ധ കഅബാലയം പടുത്തുയർത്തിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത ദുആ ആണ്. മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമാണ് ആമീൻ പറയുന്നത്. അള്ളാഹുവെ ഞങ്ങളിൽ ഇത് സ്വീകരിക്കണേ എന്ന്, നിസ്കാരം കഴിഞ്ഞിട്ട് അള്ളാഹു ഈ നിസ്കാരം സ്വീകരിക്കണേ എന്ന് എത്ര പേർ ദുആ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വളരെ ശ്രേഷ്ഠതയുള്ളതല്ലേ? എന്തിനാണ് മുസ്ലിം ഇതൊക്കെ ഇല്ലാതാക്കുന്നത്? ഇതൊക്കെ നിരർത്ഥകമാണെന്ന് പറയുന്നത് എന്തിനാണ്? ഈ ദുആകളൊക്കെ വളരെയേറെ മഹത്വമുള്ളതാണ്, പോരിശയുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. നമുക്കിന്ന് അർത്ഥമറിയാത്തതാകുന്ന പ്രാർത്ഥനകളൊക്കെ വലിയ സംഭവമായിട്ട് നമ്മൾ കാണുകയാണ്. അർത്ഥം അറിയാത്ത പ്രാർത്ഥന, അർത്ഥം അറിയാത്ത ദിക്ർ, ദുആ, അതൊക്കെയാണ് ഏറ്റവും വലുതായിട്ട് നമ്മളിന്ന് കാണുന്നത്. ഇന്നത്തെ സുന്നികളുടെ അവസ്ഥ അതാണ്. ഇതിൻ്റെ മഹത്വമൊക്കെ കളഞ്ഞു. ഈ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഇതിനൊന്നും ഒരു പ്രതിഫലമില്ല എന്ന് കരുതാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, വമാ സുബ്ഹാനല്ലാഹ്, ഒരു സുബ്ഹാനല്ലാഹയുടെ മഹത്വം ഒന്ന് പറയുമോ റസൂലേ, അറിയിക്കുമോ ഹബീബേ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു സുബ്ഹാനല്ലാഹയുടെ മഹത്വം തംലഉ ബൈന സമാവാതി വൽ അർളി, 7 ആകാശത്തിൻ്റെ മുകളിൽത്തട്ട് മുതൽ 7 ഭൂമിയുടെ അടിത്തട്ട് വരെ നിറക്കുമത്രേ അതിൻ്റെ പ്രതിഫലമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. 7 ആകാശത്തിൻ്റെ മുകളിൽത്തട്ട് മുതൽ 7 ഭൂമിയുടെ അടിത്തട്ട് വരെ നിറക്കുന്ന പ്രതിഫലമാണ് ഒരൊറ്റ സുബ്ഹാനല്ലാഹ്ക്കുള്ളത്. നമ്മൾ എത്ര പേര് ചെല്ലുന്നുണ്ട്? പണ്ടൊക്കെ മഗ്‌രിബിന് മുമ്പ് പള്ളികളിൽ തന്നെ വന്നിരുന്നിട്ട് ഒരു കൂട്ടമായിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിയിരുന്ന ആളുകൾ. കുട്ടികൾ ചെല്ലിയിരുന്നു, മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ സ്വന്തമായി ചൊല്ലിയിരുന്നു, കൂട്ടമായി ചൊല്ലിയിരുന്നു. ഇന്ന് അതൊന്നും ഇല്ല, എല്ലാം ഒഴിവാക്കി. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. വീട്ടിലൊക്കെ മഗ്‌രിബിന് തൊട്ട് മുമ്പിരുന്ന് മക്കളും കുടുംബങ്ങളും ഒക്കെ ഒരുമിച്ചിരുന്നിട്ട് വാപ്പായും ഉമ്മായും എല്ലാവരും ചേർന്നിരുന്നിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ദിക്ർ ചൊല്ലിൽ വലിയ മഹത്വമല്ലേ സഹോദരങ്ങളെ? നമ്മൾ ആ പഴമയിലേക്ക് തിരിച്ചു വരണം. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഇന്ന് എല്ലാ സൗകര്യങ്ങളും നമുക്ക് വന്നു, പക്ഷേ ദീൻ നമ്മുടെ കൈവിട്ടു പോവുകയാണ്. യുക്തിവാദത്തിലേക്ക് ആളുകൾ കൂടുകയാണ്, നിരീശ്വരവാദം കൂടി വരികയാണ്. അള്ളാഹു ഇല്ല എന്ന് പറയുന്നതാകുന്ന ആശയക്കാർ വർദ്ധിക്കുന്ന കാലഘട്ടം. അള്ളാഹു നമ്മുടെ മക്കളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. ദീൻ കൈമോശം വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ തലമുറകൾക്ക് കൃത്യമായി ദീനീ ബോധം കൊടുക്കണം, മദ്രസ വിദ്യാഭ്യാസം കൊടുക്കണം. ഒരാളും ഒഴിവാക്കരുത്. ഓൺലൈൻ മദ്രസകളിലേക്ക് ചേക്കേറുന്ന ധാരാളം ആളുകളുണ്ടാകും. അതിനുമപ്പുറം നേരിട്ട് ഉസ്താദുമാരുമായി നടത്തുന്നതാകുന്ന ആ മദ്രസ സംവിധാനത്തിൽ പറ്റുമെങ്കിൽ ഏറ്റവും അഭികാമ്യവും ഏറ്റവും സന്തോഷം അത് തന്നെയാണ്. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ.
ഇനി അതിന് അങ്ങേയറ്റം സാധിക്കാത്ത സാഹചര്യം മാത്രമാണെങ്കിലാണ് മറ്റുള്ളതിലേക്ക് തിരിയുക. എന്നാലും മദ്രസയെ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഉപേക്ഷ വെക്കരുത്. ചില ആളുകൾ അതിനെ നിസ്സാരവൽക്കരിക്കുന്നുണ്ട്, അതൊന്നും വലിയ കാര്യമല്ല എന്ന് കരുതുന്നവരുണ്ട്. ഖുർആൻ ഓത്ത് മക്കളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അമൽ. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഒരു വാപ്പയ്ക്ക് ഒരു ഉമ്മയ്ക്ക് മക്കളോടുള്ള കടമകളിൽ പെട്ടതാണ് അയ്യോ അല്ലിമുഹുമുൽ ഖുർആൻ, ഖുർആൻ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. നല്ലതുപോലെ പാരായണം ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കണം. പിന്നെ ഓതുവോ ഓതാതിരിക്കുക അത് അവരുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതൊക്കെ അവരതിൻ്റെ ഹിസാബുകളും കാര്യങ്ങളും ഒക്കെ കേൾക്കുന്നു, വാതിലൂടെ കേൾക്കുന്നു, അല്ലാതെ നസീഹത്തിലൂടെ മനസ്സിലാക്കുന്നു. പഠിപ്പിക്കുക എന്നുള്ളത് വാപ്പാടെ ഉമ്മാടെയും കടമയാണ്. മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ നല്ല രീതിയിൽ ഖുർആൻ ഓതാൻ പഠിപ്പിക്കണം. മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചു, അത് വൈകിട്ട് നമ്മളോടൊപ്പം ജീവിക്കുന്ന കാലയളവിൽ ഇശാ മഗ്‌രിബിൽ ഓദിക്കുകയും വേണം. മക്കളെ മദ്രസയിലെ പുസ്തകം ഒന്ന് എടുത്ത് ഓതും, അടുത്ത കായികകളൊക്കെ ഒന്ന് വായിക്കും, എല്ലാം ഒന്ന് ഓതാൻ വേണ്ടി പറയാം. ഒരു അരമണിക്കൂർ സമയം അതിനുവേണ്ടി മാറ്റിവെച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ഒരിക്കലും വീട്ടിൽ ആത്മീയത ഉണ്ടാവില്ല. എത്ര ഉയർന്നതാകുന്ന സാമ്പത്തിക ശ്രേണിയുള്ളവരായിരുന്നാൽ പോലും അരമണിക്കൂർ സമയമെങ്കിലും ഇശാ മഗ്‌രിബിനിടയിൽ ഖുർആൻ ഓദിക്കാതെ കായിക വായിക്കാതെ മക്കളെ വിട്ടാൽ മക്കൾ അനുസരണക്കേടുള്ളവരായി മാറും. ഉറപ്പാണത്. പല ആളുകളും ഭൗതികതയുടെ താല്പര്യത്തിന് പുറത്ത് മക്കൾക്ക് അതുമാത്രം പഠിപ്പിച്ച് മുന്നേറുന്നതാണ്. ആത്മീയത നഷ്ടപ്പെടുത്തി കളയുന്നവരുണ്ട്. പാടില്ലാതെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളുണ്ടാക്കും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. കാരണം പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാപ്പകൽ അധ്വാനിച്ചത് ഇതിനു വേണ്ടിയിട്ടാണ്. ഈ മദ്രസ വിദ്യാഭ്യാസത്തിലൂടെയൊക്കെ മക്കളെ നേടിയെടുക്കുന്നതാകുന്ന ഖുർആനികമാകുന്ന തലത്തിലൂടെയൊക്കെ നേടിയെടുക്കേണ്ടത് സൽ സ്വഭാവമാണ്. നല്ല സ്വഭാവശീലം ആളുകളിൽ ഉണ്ടാവണം. അതൊക്കെ പോയി. ഇന്നിപ്പോൾ ഒരു വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ഓടിച്ചിങ്ങനെ പോകുമ്പോൾ അല്പം നമ്മളൊന്ന് ഓവർടേക്ക് ചെയ്ത് മറ്റൊരു വണ്ടി ഒന്ന് ഓവർടേക്ക് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് വരുന്നതാകുന്ന വ്യക്തി അവന് കാണിക്കുന്നതാകുന്ന ചിഹ്നമേതാ, അപ്പോൾ തന്നെ വിരലിൻ്റെ ചിഹ്നം മാറി. ഒരു കൈ ഉയർത്തും, ആ കയ്യിൽ നിന്നൊരു വിരൽ, ഏത് വിരലാണെന്നും പറയുന്നില്ല, ആ വിരലിങ്ങോട്ട് ഉയർത്തിയിട്ട് നേരെ ഇവനെ ചീത്ത വിളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവമാണ് ആ കാണുന്നത്. ഒന്നുമില്ല, അയാൾക്കത് സൈഡിൽ കൂടെ പോകാനുള്ള വഴി ഇട്ടിട്ടാണ് ഇവൻ ഓവർടേക്ക് ചെയ്തിട്ടുള്ളത്. എങ്കിൽ പോലും ആ വിരൽ കാണിക്കുന്നു, അശ്ലീലമാക്കപ്പെട്ട ഒരു വാക്ക് പറഞ്ഞുകൊണ്ടായിരിക്കും തുടങ്ങുന്നത് തന്നെ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആലോചിച്ച് നോക്ക് നിങ്ങൾ. അപ്പോൾ എവിടെയാണ് മനുഷ്യന് നന്നാകൽ എവിടുന്ന ഉണ്ടായിട്ടുള്ളത്? ഈ മദ്രസയിലൂടെ 50 കൊല്ലമായിട്ട് നമ്മുടെ മദ്രസ നടക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളുണ്ട്. ഈ ദീനി സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ ദറസ്, അറബി കോളേജുകൾ, യതീംഖാനകൾ, ഏതെല്ലാം ആയിക്കോട്ടെ, സ്ഥാപനങ്ങളിലൂടെയൊക്കെ നമ്മുടെ മക്കൾ നേടിയെടുക്കേണ്ടുന്നത് ആത്മീയപരമാകുന്ന ഉയർച്ച, നല്ല സൽ സ്വഭാവം വരണം. ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറഞ്ഞത് തങ്ങൾ അതിമഹത്തായ സ്വഭാവ വിശേഷണത്തിന്മേലാണ്. സാധാരണ അറബികൾ പറയുക കരീം എന്നാണ് പറയുക. കരീം നല്ല മനുഷ്യൻ, നല്ല മനുഷ്യൻ, നല്ല ബഹുമാന്യൻ, നല്ല ആദരിക്കപ്പെടേണ്ടവൻ എന്ന അർത്ഥം വരുന്നതാകുന്ന കരീം എന്ന വാക്കാണ് പറയുക. അയാൾ നല്ല കരീമായ മനുഷ്യനാണ്, മാന്യനാണെന്നർത്ഥം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, വലിയ മഹത്തായ സ്വഭാവ വിശേഷണത്തിന്മേലാണ് തങ്ങളുള്ളത്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുപോലെ തന്നെ അത്യുത്തമ സ്വഭാവ വിശേഷണമുള്ള ആളാണ്. നബി തങ്ങളുടെ സ്വഭാവ മഹിമ അത്രയേറെ വിശാലതയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ എത്രയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റയുടെ 6-ാം വർഷം തൻ്റെ പ്രിയപ്പെട്ട അനുയായികളുടെ കൈവശം കത്ത് കൊടുത്തു വിടുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള രാജാക്കന്മാരിലേക്ക് കത്ത് കൊടുക്കുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്താണ് നൽകുന്നത്. കത്തുമായിട്ട് പ്രവാചകരുടെ ദൂതന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. അറേബ്യയിൽ തന്നെ വിവിധ ഭാഗങ്ങൾ നിയന്ത്രിക്കുന്നതായ രാജാക്കന്മാരില്ലേ, അങ്ങകലെ യമൻ നിയന്ത്രിക്കുന്നതായ സുമാമത്ത് ബിൻ ഉസാലിലേക്ക് കത്തുമായി സ്വഹാബികൾ ചെല്ലുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തുവിട്ടതായ കത്ത് വായിച്ചിട്ട് സുമാമയദാ കത്ത് കീറിക്കളയുകയാണ്. നബി തങ്ങളോടുള്ള ദേഷ്യമാണ്.
മുഹമ്മദ് എന്നെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്, അവനെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഉരിപ്പിടിച്ച വാളുമായി പ്രവാചകരെ വധിക്കാൻ മദീനയിലേക്ക് കടന്നു വന്നതായ സുമാമയെ പ്രവാചകന്റെ അനുയായികൾ പിടിച്ചു കെട്ടുകയാണ്. കൈകാലുകൾ ബന്ധിച്ചുകൊണ്ട് മദീന പള്ളിയിലെ തൂണിലേക്ക് കൊണ്ടുവന്ന് കെട്ടിയിടുന്നു. അല്ലാ വൈകുന്നേരമായപ്പോൾ കടന്നു വരുന്നു ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നു. നബി തങ്ങൾ അദ്ദേഹത്തിന്റെ മുഖകമലത്തിലേക്ക് നോക്കുമ്പോ നബി തങ്ങൾക്ക് മനസ്സിലായതൊരു സാദാസീത മനുഷ്യനല്ല, ഇദ്ദേഹം അങ്ങകലെ യമനിലുള്ള രാജാവാണ്. അദ്ദേഹത്തിന്റെ കെട്ടുകൾ അഴിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്വതന്ത്രനാക്കാൻ പറയുകയാണ്. 3 ദിവസം അദ്ദേഹത്തിന് വേണ്ടുന്ന സുഭിക്ഷമാകുന്ന ഭക്ഷണം കൊടുക്കാൻ പറയുകയാണ്. നല്ല കൃത്യമായി ആഹാരപാനീയങ്ങൾ സ്വഹാബത്ത് എത്തിക്കുകയാണ്. ആദരവായ പ്രവാചകന്റെ സ്വഭാവം കണ്ടുകൊണ്ട് സുമാമത്ത് ഇബ്നു ഉസാൽ എന്ന് പറയുന്ന അവിശ്വാസിയാകുന്ന രാജാവ്, യമൻകാരുടെ രാജാവ് അന്താളിക്കുകയാണ്, അത്ഭുതം കൂറുകയാണ്. മുഹമ്മദിനെ വധിക്കാൻ വാളുമായി കടന്നു വന്ന മനുഷ്യനല്ലേ ഇന്നിതാ മദീനയിൽ അദ്ദേഹത്തിന്റെ സൽക്കാരത്തിന് ഉടമയായി കഴിയുകയാണ്. ഓരോ ദിവസം വന്നുകൊണ്ട് നബി തങ്ങൾ ചോദിക്കുകയാണ്, മായിന്തക്കും യാ സുമാമ, എന്തുണ്ട് സുമാമ വിശേഷം? എന്തെങ്കിലും പ്രയാസമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് വന്നുകൊണ്ട് 3 ദിവസം അദ്ദേഹത്തോട് കുശലാന്വേഷണങ്ങൾ നടത്തുകയാണ്. 3ാമത്തെ ദിവസമായപ്പോ റസൂലുള്ളാഹിയോട് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്, മുഹമ്മദേ എനിക്കൊന്ന് കുളിക്കാൻ അല്പം സൗകര്യം ചെയ്തു തരുമോ? വെള്ളം കൊണ്ടുവരാൻ വേണ്ടി സ്വഹാബത്തിനോട് നബി തങ്ങൾ ആവശ്യപ്പെടുകയാണ്. വെള്ളം തയ്യാർ ചെയ്യപ്പെട്ടു. അദ്ദേഹം നല്ല വൃത്തിയിലൊന്ന് കുളിച്ച് വസ്ത്രം ധരിച്ചുകൊണ്ട് പ്രവാചകന്റെ സവിധത്തിലേക്ക് വരുകയാണ്. നബി തങ്ങളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഉറക്കെ ചെല്ലുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നക മുഹമ്മദർ റസൂലുള്ളാഹ്. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല പ്രവാചകരെ, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങൾ അല്ലാഹുവിന്റെ ദൂതനാണ്, റസൂലാണ്, ഞാനിതാ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് പരിശുദ്ധ പ്രവാചകരുടെ തൃക്കരം പിടിച്ചുകൊണ്ട് ചുംബിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം, ആ പ്രവാചകരുടെ പ്രിയപ്പെട്ട അനുയായികളുടെ സൽക്കാരം നേരിട്ട് കണ്ടതാകുന്ന സുമാമ അതുവരെ മനസ്സിൽ കൊണ്ടു നടന്ന എല്ലാ ആശയങ്ങളും എതിർക്കുകയാണ്. ബിംബങ്ങളെ ആരാധിച്ചിരുന്നവരാണ്, തല കുമ്പിട്ട് നടന്ന മനുഷ്യനാണ്. അതാ തല ഉയർത്തിപ്പിടിച്ച് ഇസ്ലാമിന്റെ ആളായി മാറുകയാണ്. റസൂലുള്ളാഹിയോട് പറയുന്ന, നബിയേ എനിക്കതാ പരിശുദ്ധമാക്കപ്പെട്ട ഉംറ ചെയ്യാൻ ആഗ്രഹമുണ്ട്, എനിക്ക് മക്കയിലേക്ക് പോകാനുള്ള അനുവാദം നൽകിയാലും റസൂലേ. ഉംറയുടെ കാര്യങ്ങൾ പഠിച്ചെടുത്ത് പരിശുദ്ധമാക്കപ്പെട്ട മദീനയിൽ നിന്ന് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തുകൊണ്ടതാ മക്ക ലക്ഷ്യമാക്കി പോകുകയാണ്. ഒട്ടകപ്പുറത്ത് ചെന്നുകൊണ്ട് മക്കയുടെ മരണാരുണ്യത്തിലൂടെ ചെന്ന് പരിശുദ്ധ കാബയുടെ പരിസരത്ത് വെച്ചുകൊണ്ട് ഉറക്കെ തൽബിയത്ത് ചൊല്ലുകയാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. അതാ മക്കയിലെ മുശ്രിക്കീങ്ങൾ മുഴുവനും ഉറഞ്ഞു തുള്ളുകയാണ്. മുഹമ്മദ് ഇതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയിട്ട് 6 വർഷമായി. ഒരാൾ പോലും ഇവിടെ ഇത്തരത്തിലുള്ളതാകുന്ന ഒരു വാക്ക് പോലും ഉച്ചരിച്ചിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളിയാളം കേട്ടുകൊണ്ട്, ഞാനിതാ പടച്ചറപ്പേ നിനക്കിതാ പരിപൂർണമായി 2 ഉത്തരം ചെയ്യുന്നു എന്നർത്ഥം വരുന്ന തൽബിയത്തിന്റെ മന്ത്രോച്ചാരണം നടത്തി കാബയുടെ പരിസരത്ത് ഉറക്കെ ഉച്ചരിക്കാൻ ആരാണ് ധൈര്യപ്പെടുന്നത് എന്ന് പറഞ്ഞ് ഊരിപ്പിടിച്ച വാളുമായി ആ മനുഷ്യനെ വളഞ്ഞതാകുന്ന ആളുകളോട്, മക്കയിലെ മുശ്രിക്കീങ്ങളോട് സുമാമ ഗർജിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു അത്രേ, അന സുമാമതു ബിനു ഉസാൽ. നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു സാദാസീത മനുഷ്യനല്ല, മലിക്കുൽ യമനാണ്, യമനിലെ രാജാവാണ്.
മക്കയടക്കം എല്ലാ മണലാരുണ്യ പ്രദേശങ്ങളിലേക്കും എൻ്റെ നാട്ടിൽ നിന്നാണ് ഭക്ഷ്യയോഗ്യമാകുന്ന സാധന സാമഗ്രികൾ വരുന്നത്. ഗോതമ്പ് വേണോ, ഏതെങ്കിലും സാധന സാമഗ്രികൾ വേണോ, അത് മുഴുവനും കൃഷി ചെയ്യപ്പെടുന്നത് എൻ്റെ നാട്ടിൽ നിന്നാണ്. ഒരു തരി ഗോതമ്പ് പോലും നിങ്ങൾക്ക് തരില്ല കേട്ടോ, എന്നെ ഉപദ്രവിച്ചാലെങ്കിലെന്ന് സുമാമത്ത് ബിൻ ഉസാല് പറഞ്ഞപ്പോ അവിശ്വാസികൾ പിറകോട്ട് മാറുകയാണ്. കാരണം മക്കയടക്കമുള്ളതാകുന്ന സർവ്വസ്ഥലങ്ങളിലേക്കും അന്ന് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചിരുന്നത്, ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചിരുന്നത് സുമാമയുടെ നാട്ടിൽ നിന്നാണ്, യമനിൽ നിന്നാണ്. സുമാമത്ത് ബിൻ ഉസാലാണ് ആദ്യമായി ഉംറ ചെയ്ത വ്യക്തിയെന്ന് പ്രിയപ്പെട്ട മുസ്ലിമേ അറിയണേ. പരിശുദ്ധമാക്കപ്പെട്ട കഅബ തവാഫ് ചെയ്യുകയാണ്, ഹദറുൽ അസ്വദ് ചുംബിക്കുകയാണ്, റുക്നുൽ യമാനി തൊട്ടുമുത്തുകയാണ്, പരിശുദ്ധമാക്കപ്പെട്ട മഖാം ഇബ്രാഹിം കാണുകയാണ്. അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് 2 റക്അത്ത് തവാഫിന്റെ സുന്നത്ത് നമസ്കരിക്കുകയാണ്. സംസം നിറച്ചു കുടിക്കുകയാണ്, വയറ് നിറച്ചു കുടിച്ചുകൊണ്ട് സഫയിലേക്ക് പോവുകയാണ്. സഫാ മലയിൽ നിന്ന് മർവാ കുന്നിലേക്ക് സഅയ് ചെയ്യുകയാണ്. സഅയ് ചെയ്ത് മുടി മുറിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവര് പരിശുദ്ധമാക്കപ്പെട്ട കഅബയുടെ ചാരത്ത് വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് പരിശുദ്ധ കഅബയോട് യാത്ര പറഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് ചെല്ലുകയാണ്. പിന്നെയാണ് ചരിത്രം വഴിമാറുന്നത്. സുമാമത്ത് ബിൻ ഉസാല് നാട്ടിലേക്ക് എത്തിയിട്ട് യമൻകാരോട് മുഴുവനും വിളിച്ചു പറയുകയാണ്, യമൻകാരേ, ഞാനിതാ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ രാജാവല്ലയോ ഞാൻ, എന്നെ അംഗീകരിക്കണേ, ഇസ്ലാം മതം ഉൾക്കൊള്ളണേ. യമനിൽ ദേശക്കാർ മുഴുവനും പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നപ്പോ അദ്ദേഹം ഇതാ ഓർഡർ ഇടുകയാണ്, ഒരു തരി ധാന്യം പോലും മക്കയിലേക്ക് പോകല്ലേ, മക്ക എന്ന മണലാരുണ്യത്തിലേക്ക് ഇനി ഒരു ധാന്യമണി പോലും പോകരുത് എന്ന് കഠിനമാക്കപ്പെട്ടതാകുന്ന ശാഠ്യമുറയിൽ ബഹുമാനപ്പെട്ടവർ ഓർഡർ ഇടുമ്പോ അത് കേട്ടുകൊണ്ട് പരിപൂർണമായി അംഗീകരിക്കുകയാണ്. ഒരു തരി ധാന്യം പോലും ഇനി മക്കയിലേക്ക് പോകാതിരിക്കാൻ മക്കയിൽ നിന്ന് വന്നതാകുന്ന ഒട്ടകങ്ങൾ വരെ തടഞ്ഞു വെക്കുന്നു. അതിന്റെ പുറത്ത് കയറ്റി വെച്ചതാകുന്ന ഗോതമ്പിന്റെ ചാക്കുകൾ ഇറക്കി വെച്ച് ഒട്ടകത്തെ മടക്കി അയക്കുകയാണ്. റസൂലുള്ളാഹിന്റെ കാതിലേക്ക് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഈ വാർത്ത വരുകയാണ്. എങ്ങനെ വരാതിരിക്കും? വളരെ സുഭിക്ഷമായി കഴിഞ്ഞിരുന്നവരല്ലേ മക്കക്കാര്, വലിയതാകുന്ന പ്രമാണിമാരല്ലേ. അള്ളാഹുവിന്റെ റസൂലിനെ പ്രയാസപ്പെടുത്തിയതാകുന്ന മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായി അവിശ്വാസികൾക്ക് പട്ടിണി അള്ളാഹു സമ്മാനിക്കുന്നു. വിശ്വാസിയായ പുതുവിശ്വാസിയായ യമനിലെ രാജാവായ സുമാമത്ത് ബിൻ ഉസാല് റളിയല്ലാഹു അൻഹുവിലൂടെ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ പ്രവാചകരെ അതേ മക്കയിൽ തന്നെ വന്നുകൊണ്ട് പ്രയാസപ്പെടുത്തിയതാണ്. ശഅബ് അബീ ത്വാലിബില് മലഞ്ചെരുവിൽ വെച്ചുകൊണ്ട് പ്രവാചകരെ 3 വർഷത്തോളം പട്ടിണിക്കിട്ടുകൊണ്ട് ഒരു ഭക്ഷണവും കൊടുക്കാതിരിക്കാൻ പ്രവിധങ്ങളെ ഉപരോധത്തിൽ ഏർപ്പെടുത്തിയവരല്ലേ. അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികൾ പറയുകയാണ്, അന്ന് ഞങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാനുള്ള പാനീയമില്ല, എല്ലാം അളവിൽ കുറവാണ്, വളരെയേറെ പ്രതിസന്ധിയിലൂടെ നീങ്ങുകയാണ്. ഞങ്ങൾ അന്ന് കഴിച്ചത് മരുഭൂമിയിലെ മണൽപ്പരപ്പിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന ഏതാനും ചിലതാകുന്ന ഇലകളാണ്. ആ ഇലകൾ പറിച്ച് കഴിക്കുന്നതിൻ്റെ കാരണത്താൽ ഞങ്ങളുടെ പിന്ദ്വാരങ്ങളിലൂടെ കടന്നു വന്നത് ആടുകളുടെ കാഷ്ടം പോലെയുള്ള ചെറിയ ചെറിയ തരികളായിട്ടുള്ള കാഷ്ടങ്ങളാണ്. പ്രയാസമാണ്. 3 വർഷത്തോളം ദുഃഖിച്ചതാകുന്ന പ്രവാചകർ, ആ പ്രവാചകരെ പ്രയാസപ്പെടുത്തിയതാകുന്ന മക്കയിലെ മുശ്രിക്കീങ്ങൾ, അവസാനം മക്ക വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോയ പ്രവാചകർ 6 വർഷങ്ങൾക്ക് ശേഷം ആ പ്രവാചകന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പ്രവാചകന്റെ സ്വഭാവം കണ്ട്, റസൂലുള്ളാഹിന്റെ സൽസ്വഭാവം കണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന സുമാമത്ത് ബിൻ ഉസാൽ പരിശുദ്ധമായ ഉംറ നിർവഹിച്ച് തിരിച്ച് നാട്ടിലെത്തിയിട്ട് യമനി ദേശക്കാരോട് കൽപ്പിക്കുകയാണ്, ഇനി ഒരു ധാന്യമണി പോലും മക്കക്കാർക്ക് കൊടുക്കരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഓർഡർ വരാതെ ഒരു തരി ധാന്യം പോലും മക്കയിലെ ആളുകൾക്ക് കൊടുക്കരുതേ. അവർ അഹങ്കാരികളാണ്, ധിക്കാരികളാണ്, എന്നെ കൊല്ലാൻ നോക്കിയവരാണ്, മുഹമ്മദിനെ വധിക്കാൻ നോക്കിയവരാണ്. എത്ര നല്ല സൽസ്വഭാവിയാണ് മുഹമ്മദ്, എത്ര നല്ല മനുഷ്യനാണ് മുഹമ്മദ്. അൽ അമീൻ എന്ന ജനങ്ങൾ ഒന്നടങ്കം
രംഗം വിളിച്ചവരല്ലേ? അവസാനം ഇസ്ലാമിന്റെ പ്രസരണവുമായി കടന്നു നിന്നപ്പോ ആ മുഹമ്മദ് മരണക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കിയതാകുന്ന സമൂഹമല്ലേ? മജ്നൂനാണ്, ഭ്രാന്തനാണെന്ന് പറഞ്ഞവരല്ലേ? പട്ടിണിക്ക് വിട്ടുകൊണ്ട് പ്രയാസപ്പെടുത്തിയവരല്ലേ? ഉപരോധത്തിൽ ഏർപ്പെടുത്തിയവരല്ലേ? ആ പ്രവാചകരെ നാട് വിടാൻ വേണ്ടി ഓടിച്ചവരല്ലേ? അവർക്ക് പ്രയാസം കൊടുക്കൽ നിർബന്ധമാണ്. മക്കക്കാര് പട്ടിണിയിലായപ്പോ അവിശ്വാസികളാകുന്ന മക്കക്കാര് മദീനയിലേക്ക് ആളേക്ക് വയാണ്. ഇനി ഒരാളെ പിടിച്ചിട്ടേ രക്ഷയുള്ളൂ. സുമാമ രക്ഷപ്പെടണമെങ്കിൽ, സുമാമയുടെ കനിവുണ്ടാകണമെങ്കിൽ ഒരാളുടെ ഓർഡർ ഉണ്ടാകണേ. അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യമാണ്. പ്രവാചകന്റെ ചാരത്ത് വന്നുകൊണ്ട് അനുയായി സങ്കടം ഉണർത്തുമ്പോ, മക്കയിലെ മുശ്രിക്കീങ്ങൾ വന്നുകൊണ്ട് ഈ സംഭവം പറയുമ്പോ കരയുകയാണ്. അവിശ്വാസികൾ പോലെ പട്ടിണി കിടക്കുന്നത് കേട്ടിട്ട് കരഞ്ഞതാകുന്ന ലോകത്ത് ഒരേ ഒരു വ്യക്തി, റഹ്മത്തുൽ ലിൽ ആലമീൻ, റാഹത്തുൻ ലിൽ ആശിഖീൻ, മുറാദുൽ മുസ്താഖീൻ, ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിയുടെ കണ്ണുനീരതാ താടി രോമങ്ങൾ നനച്ചുകൊണ്ട് താഴെ കുതിരുകയാണ്. വേഗം തന്നെ അനുയായികളോട് കൽപ്പിക്കുന്നു, പാടില്ല എന്ന് പറയണേ സുമാമയോട്, എന്നെ പ്രയാസപ്പെടുത്തിയതിന്റെ പേരിൽ, എന്നതാകുന്ന ശോഭ അബൂ താലിബിന്റെ മലഞ്ചെരുവിൽ എന്നെ പ്രയാസപ്പെടുത്തിയതിന്റെ പേരിൽ, എന്നെ ഉപരോധത്തിലിട്ടുകൊണ്ട് പട്ടിണിയാക്കിയതിന്റെ പേരിൽ അതിന് തിരിച്ചൊരു മറുപടി അവർക്ക് നിങ്ങൾ കൊടുക്കല്ലേ. അത് പാടില്ല എന്ന് പറഞ്ഞ് അവൾക്കുള്ള ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ച് അത് കൊടുത്തു വീട്ടുന്നത് വരെ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തിയ നബി ഹബീബ് മുഹമ്മദ് മുസ്തഫ. യഥാർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യബോധം മനുഷ്യൻ മറക്കുകയാണ്. യഥാർത്ഥ ലക്ഷ്യം നമ്മൾ മറക്കുകയാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ لا يذكر ربه كمثل الحي والميت. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുന്നതായ ഏതൊരു സത്യവിശ്വാസിയുണ്ടോ, ഏതൊരു ഉമ്മയുണ്ടോ, ഏതൊരു ചെറുപ്പക്കാരിയുണ്ടോ, അള്ളാഹുവിനെ ഓർക്കുന്നതായ മുസ്ലിമുണ്ടോ, മുസ്ലിമത്തുണ്ടോ, അവരുടെ ഉദാഹരണവും അള്ളാഹുവിനെ ഓർക്കാത്തതാകുന്ന ആളുകളുടെ ഉദാഹരണവും കമസലിൽ ഹയ്യി വൽ മയ്യിത്തി, ജീവിച്ചിരിക്കുന്നവരെ പോലെയും മരിച്ചവരെ പോലെയുമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അഥവാ അള്ളാഹുവിനെ ഓർക്കുന്ന, നിസ്കാരം ശ്രദ്ധിക്കുന്ന, നോമ്പുകളെ ഗൗനിക്കുന്ന, സകാത്തുകൾ കറക്റ്റായി കൊടുത്തു വീട്ടുന്ന, അള്ളാഹുവിന് വേണ്ടി പരിശുദ്ധമാക്കപ്പെട്ടതായ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന ഏതൊരു മുസ്ലിമുണ്ടോ, പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാനും നിരാലംബർക്ക് അവലംബമാകാനും നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കാനും ഈ ദുനിയാവിന്റെ കുറഞ്ഞ കാലഘട്ട ജീവിതത്തെ മാന്യമായി ഉപയോഗിക്കുന്ന ഏതൊരു സത്യവിശ്വാസിയുണ്ടോ, ഏതൊരു മുസ്ലിമത്തുണ്ടോ, തീർച്ചയായും അവരുടെ ഉപമ ജീവിച്ചിരിക്കുന്നവരെ പോലെയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. നിസ്കാരമില്ലാത്തവരുണ്ടോ, നോമ്പ് നോൽക്കാത്തവരുണ്ടോ, സകാത്ത് കൊടുക്കാത്തവരുണ്ടോ, പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാത്ത, നിരാലംബർക്ക് അവലംബമാകാത്ത, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കാത്ത, ദുനിയാവിൽ അള്ളാഹു നൽകിയ സർവ്വ സമ്പാദ്യങ്ങളും കൊണ്ട് അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് കഴിയുന്നതായ ഏതൊരു സത്യവിശ്വാസിയുണ്ടോ, മുഅ്മിനുണ്ടോ, അവന്റെ ഉപമകൽ മയ്യിത്തി, ജീവശവം പോലെയാണ്, ശവത്തെ പോലെയാണ് എന്നും നബിയുനാ റസൂലുള്ളാഹി. പറഞ്ഞാൽ യഥാർത്ഥ മുഅ്മിനായ മനുഷ്യന്റെ ഉപമ മാന്യമായി അള്ളാഹുവിനെ ഓർക്കും. ദിക്റുകളും നമസ്കാരങ്ങളും ഒക്കെ ചിട്ടവെക്കുന്നവനാണ് അവൻ, ജീവിച്ചിരിക്കുന്നവനെ പോലെയാണ്. അവനാണ് യഥാർത്ഥ മുഅ്മിൻ. അവനാണ് ഏറ്റവും വലിയ ഉന്നതമായ തലത്തിലേക്ക് എത്തുക. ദുനിയാവും ആഖിറവും വിജയിച്ചവൻ അവനാണ്. അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ.
സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഓർക്കുവാനും സ്മരിക്കുവാനും വേണ്ടി ഉപയുക്തമാകുന്ന ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട സ്ഥാപനമാണ് ചെറിയ മക്കൾക്ക് വേണ്ടി നൽകുന്നതാണ് മദ്രസ. ചെറിയ കാര്യമാണ് മദ്രസ. കുട്ടികളുടെ ഓത്ത്, അവരുടെ പാരായണം എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമല്ല. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകളുടെ കൈകാലുകളെ ചങ്ങല കൊണ്ട് ബന്ധിക്കുമത്രേ. നരകത്തിലേക്ക് അവരെ വലിച്ചെറിയാൻ വേണ്ടി സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ അവരുടെ കൈകാലുകളെ ചങ്ങല കൊണ്ട് ബന്ധിക്കുകയാണ്. അവരെ നരകത്തിന്റെ സൈഡിൽ കൊണ്ടുവന്ന് തള്ളിയിടാൻ വേണ്ടി നിർത്തുമ്പോ ഫയഖറഉ സബിയ്യും മിൻ സിബിയാനിഹിം ഫിൽ കുത്താബ്, അവരുടെ മക്കൾ, അവരുടെ തലമുറയിൽ പെട്ടതാകുന്ന കുട്ടികൾ, ആണാവട്ടെ പെണ്ണാവട്ടെ, ആ ചെറിയതാകുന്ന മക്കൾ മദ്രസയിലിരുന്നു കൊണ്ട് പാരായണം ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന ഖുർആനിലെ ആദ്യ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോ ഫയസ്മഉഹുല്ലാഹു തആല, ആ കുട്ടികളുടെ പാരായണം ഇതാ അല്ലാഹു കേൾക്കുകയാണ്. ഫയർഫഉൻഹുമുൽ അദാബ 40 സനത, 40 വർഷത്തേക്ക്, 40 സംവത്സരങ്ങളിലേക്ക് നരകത്തിന്റെ ശിക്ഷയേകപ്പെട്ടതായ ആളുകളുടെ ശിക്ഷയെ അല്ലാഹു മാറ്റിക്കളയുമേ അവരുടെ കുട്ടികളുടെ ഫാത്തിഹ സൂറത്തിന്റെ പാരായണം കൊണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെ തമാശയാക്കല്ലേ, അവർ നിസാരരാണെന്ന് കാണരുതേ ചെറുപ്പക്കാരാ. അവരെ നിങ്ങൾ തഴയരുതേ, കളിയാക്കരുതേ. ഫയഖറഉ സബിയ്യും മിൻ സിബിയാനിഹിം ഫിൽ കുത്താബ്. ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു അൻവാറു തൻസീലി വ അസ്റാറു തഅ്വീൽ എന്ന തഫ്സീർ ബൈളാവിയുടെ മുഖദ്ദിമയിൽ ഫാത്തിഹ സൂറത്തിന്റെ ശ്രേഷ്ഠത വിവരിക്കുന്നിടത്ത് ഈ മനോഹരമായ ഹദീസ് നിങ്ങൾക്ക് കാണാം. മദ്രസയിലിരുന്നു കൊണ്ട് കുട്ടികൾ പാരായണം ചെയ്യുന്ന ഫാത്തിഹ സൂറത്തിന്റെ മഹത്വം കാരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം നിർബന്ധമായ ആളുകളാണ്, കൈകാലുകൾ ചങ്ങല കൊണ്ട് ബന്ധിച്ചതായ ആളുകളാണ്, നരകം നിർബന്ധമായ ആളുകളാണ്. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമത്രേ. 40 സനത, കേവലം ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് 40 കൊല്ലത്തേക്ക് ശിക്ഷ മാറ്റിവെക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മദ്രസയിലെ കുട്ടികളുടെ ഫാത്തിഹ, നമ്മൾ രാവിലെ മദ്രസ തുടങ്ങുമ്പോൾ ഒരു ഫാത്തിഹ ഓതും. നമ്മളൊക്കെ അതിങ്ങനെ കേൾക്കുമ്പോൾ ഓർക്കുക ഇതിപ്പോൾ എന്താ ഒരു കാര്യമില്ലാന്ന് ഓർക്കും. മദ്രസ കുട്ടികളെ പലപ്പോഴും അവഗണിക്കാറാണ്. അവരുടെ ഓതലുകൾ, അവരുടെ ഒന്നും വലിയ സംഭവമൊന്നും അല്ല എന്നൊരു ധാരണ പൊതുധാരണയുണ്ട്. എന്നാൽ ഹദീസിൽ പറയുന്നു ഫയഖറഉ സബിയ്യും മിൻ സിബിയാനിഹിം ഫിൽ കുത്താബ്, മദ്രസയിൽ വെച്ചുകൊണ്ട് ചെറിയ മക്കൾ ഓതുന്ന ഫാത്തിഹ അള്ളാഹു കേട്ടിട്ട് അവരുടേതാകുന്ന പിതാക്കളുടെ, അവരുടെ ബന്ധുക്കളുടെ, സുഹൃത്തുക്കളുടെയൊക്കെ ശിക്ഷ നരകത്തിൽ നിന്ന് അള്ളാഹു മാറ്റിവെക്കുമെന്ന് സ്വഹീഹായ ഹദീസ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. സാധാരണ ഉസ്താദുമാരൊക്കെ കോളേജുകളിൽ ബിരുദാനന്തര ബിരുദത്തിന് വേണ്ടി ഓതുന്നതാകുന്ന കിതാബാണ് ബൈളാവി, തഫ്സീർ ബൈളാവി. അൻവാറു തൻസീൽ വ അസ്റാർ തഅ്വീൽ എന്നാണ് ആ കിതാബിൻ്റെ പേര്. അതിൻ്റെ ആമുഖത്തിലാണ് ഞാൻ ഈ പറഞ്ഞ ഹദീസുള്ളത്. ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു എന്ന നബി തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരനാകുന്ന സ്വഹാബിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഞാൻ പറഞ്ഞത്, അപ്പോൾ നാവിൽ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുകയാണ് ഇതിലൂടെ. ചെറിയ കാര്യമല്ല. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, കുന്തു ബുഇത്തു മുഅല്ലിമാ, ഈ ദുനിയാവിലേക്ക് അല്ലാഹു എന്നെ നിയോഗിച്ചിട്ടുള്ളത് അധ്യാപകനായിട്ടാണ്, മുഅല്ലിമായിട്ടാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. മദ്രസയിലെ മുഅല്ലിമ് ഇപ്പോൾ ഏകദേശം 9 കൊല്ലത്തോളമായിട്ട് നമുക്ക് സേവനം ചെയ്യാൻ സദർ ഉസ്താദ് കുഞ്ഞഹമ്മദ് ഉസ്താദ്, അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ.
നമ്മുടെ പരിസര മഹല്ലുകളിലുള്ളതാകുന്ന മുഅല്ലിമീങ്ങൾ, മദ്രസയിലെ മുഅല്ലിമീങ്ങൾ, 8ഓളം ഉസ്താദുമാർ നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സേവനം ചെയ്യുന്നവരുണ്ട് നജ്മുൽ ഹുദയിൽ. എന്നാൽ ഇതേപോലെ മറ്റു മദ്രസകളിലൊക്കെ സേവനം ചെയ്യുന്ന മുഅല്ലിമീങ്ങൾ പഠിച്ചു വെച്ചോ, അവർക്കും ഏറ്റവും വലിയ സ്ഥാനമാണത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തിയത് കുന്തു ബുഇസ്തു മുഅല്ലിമ, എന്നെ അള്ളാഹു ദുനിയാവിലേക്ക് നിയോഗിച്ചത് അധ്യാപകനായിട്ടാണ്, മുഅല്ലിമായിട്ടാണ് എന്ന് അതേ പദപ്രയോഗം വെച്ചുകൊണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദ്രസയിലെ കുട്ടികളെ പഠിപ്പിക്കുന്നവർക്കാണ് നമ്മളെന്ത് പറയുക? മുഅല്ലിം എന്ന് പറയുക. അധ്യാപകൻ എന്നതിന് മലയാളത്തിൽ നമുക്ക് അർത്ഥം വെക്കാം. ഈ മുഅല്ലിം എന്ന് പറയുന്ന ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന തസ്തികയാണ് ആര് സ്വന്തത്തിലേക്ക് ചേർത്തി വെച്ചത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാക്കണം, ഇത് ചെറിയ വിഷയമല്ല. കാരണം ദീൻ മക്കളിലേക്ക് കൊടുക്കാൻ ഏറ്റവും ഉപയുക്തമാകുന്ന ആദ്യ കലാലയമാണ് മദ്രസ. ഇവിടുന്നാണ് തുടങ്ങുക. അതിനു മുമ്പ് ഉമ്മയുടെ അടുക്കൽ നിന്ന് തുടങ്ങും. അല്ലുമ്മു മദ്റസതൂൻ ഇദാ അഅദതഹാ അഅദത ശഅബൻ ത്വയ്യിബൽ അറാഖി. മാതാവിൻ്റെ മടിത്തട്ടെന്ന മനോഹരമായ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മക്കളിതാ വിശുദ്ധമാക്കപ്പെട്ട ദീനിൻ്റെ ആദ്യ പാഠങ്ങൾ തുടങ്ങുകയാണ്. അതുകൊണ്ടല്ലേ ഫത്ഹുൽ മുഈനിലടക്കം ഇമാമികൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് സൈനത്തുൽ മഖ്ദൂം രണ്ടാമൻ ലോകരെ പഠിപ്പിക്കുകയാണ്. അവ്വലു വാജിബിൻ അലൽ ആബാഇ വൽ ഉമ്മഹാത്ത്. കുട്ടികൾക്ക് വകതിരിവെത്തുമ്പോൾ ആദ്യമായി മാതാപിതാക്കളുടെ മേലുള്ള കടമ എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂലിനെ പരിചയപ്പെടുത്തലാണ്. നമുക്കൊരു പ്രവാചകരുണ്ടായിരുന്നു. ആ പ്രവാചകരുടെ പേര് മുഹമ്മദ് എന്നാണ്. മക്കയിൽ ജനിച്ച വ്യക്തിയാണ്. മദീനയിലേക്ക് ഹിജ്റ പോയ വ്യക്തിയാണ്. മദീനയിൽ വെച്ചുകൊണ്ട് വഫാത്തായ വ്യക്തിയാണ്. അവിടെ തന്നെയാണ് ഖബറുള്ളത്. ആദ്യമായിട്ട് മക്കൾക്ക് ഇതാണ് പഠിപ്പിക്കേണ്ടത് എന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ നിസ്കാരത്തിൻ്റെ ഭാഗത്ത് ബഹുമാനപ്പെട്ടവർ വിശദീകരിച്ചതായി കാണാം. ഒരു കുട്ടിക്ക് വകതിരിവെത്തുമ്പോൾ ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആരെയാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനിക്കുമ്പോൾ ആദ്യം കേൾപ്പിക്കേണ്ടത് അല്ലാഹ് ബാങ്കാണ്. എന്നാൽ വകതിരിവെത്തുന്ന സമയത്ത് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അവ്വലു വാജിബിൻ അലൽ ആബാഇ വൽ ഉമ്മഹാത്ത്. മാതാപിതാക്കളുടെ മേൽ ഏറ്റവും നിർബന്ധമായ സംഗതി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കലാണ്. അതെന്തുകൊണ്ടാണ്? അള്ളാഹു എന്ന് പറയുന്ന പടച്ചറബിനെ നേരിട്ട് ഒരു വ്യക്തിയും കണ്ടിട്ടില്ല. കണ്ട വ്യക്തി ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബിതങ്ങളാണ് ഷാഹിദ്. അതുകൊണ്ട് സാക്ഷിയായ ആ പ്രവാചകരെ ആദ്യം പഠിപ്പിക്കുക. ആ പ്രവാചകർ പറഞ്ഞ വിഷയങ്ങൾ പഠിക്കുമ്പോൾ അള്ളാഹുവിലേക്കുള്ള വിശ്വാസം ഉറയ്ക്കും. ഇല്ലെങ്കിൽ അവൻ യുക്തിവാദത്തിലേക്ക്, നിരീശ്വരവാദത്തിലേക്ക് തിരിയും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ നേരിട്ട് മിഅ്റാജിൻ്റെ രാവിൽ നേരിട്ട് കണ്ടതാകുന്ന പ്രവാചകരെ ആദ്യം പഠിപ്പിച്ചു കൊടുക്കുക. അള്ളാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. ഇത് പഠിപ്പിക്കുന്ന സ്ഥലമാണ് മദ്രസ. അതിൻ്റെ തലാലയങ്ങളാണ്, അതിൻ്റെ തുടക്ക ഭാഗമാണത്. അപ്പായും ഉമ്മായും നിർബന്ധമായി ഇത് പഠിപ്പിച്ചു കൊടുക്കണം. അവർക്ക് അറിവില്ല എങ്കിൽ അവർക്ക് അറിവുള്ളതാകുന്ന കലാലയത്തിലേക്ക് പറഞ്ഞു വിടണം. അതാണല്ലോ മദ്രസ എന്ന് പറയുന്ന തലം. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അലിഫ് എന്ന മനോഹരമാകുന്ന അക്ഷരത്തിലൂടെ, അദബിൻ്റെ വഴിത്താരയിലൂടെ പരിശുദ്ധമായ ദീനിൻ്റെതാകുന്ന എല്ലാ വിജ്ഞാനങ്ങളിലേക്കും അവന് എത്താൻ കാരണമായി തീരുന്നത് മദ്രസ എന്ന് പറയുന്ന മഹിതമായ കലാലയത്തിലൂടെയാണ്. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. ആമീൻ പറയിൻ. അള്ളാഹു ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളെ ചേർക്കണേ അല്ലാ. ഞങ്ങൾക്ക് പരിശുദ്ധമാക്കപ്പെട്ട ദീൻ പഠിപ്പിച്ചു തന്ന ധാരാളം ഉസ്താദുമാരുണ്ട്. ഞങ്ങൾക്ക് ദർസെടുത്തു തന്ന ഉസ്താദുമാർ, ഞങ്ങളെ മദ്രസയിൽ പഠിപ്പിച്ചതാകുന്ന സാധുക്കളായ മുഅല്ലിമീങ്ങൾ ഇന്ന് ഖബറിലുള്ളവർ ധാരാളമുണ്ട്. നീ ദറജ ഉയർത്തണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന സർവർക്കും ആഫിയത്തുള്ള ദീർഘായസ് പ്രദാനം ചൊരിയണേ അല്ലാ. പലപ്പോഴും നമ്മൾ ഉന്നതിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരു വിഭാഗമാണ് നമ്മളാക്കി മാറ്റിയ മദ്രസയിലെ ഉസ്താദുമാർ. പല ആളുകളും മറന്നുപോകും. നമ്മൾ ഉംറയ്ക്ക് പോകുമ്പോഴും ഹജ്ജിന് പോകുമ്പോഴും നമുക്ക് ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ഒക്കെ കൈവരിക്കുമ്പോൾ അവരെ പോയി കണ്ട് ഒന്ന് സന്തോഷിപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്കെത്തും. അല്ലാഹു തൗഫീഖ് തരട്ടെ. കാരണം നീ ഇപ്പോൾ ഖുർആൻ ഓതാൻ കാരണക്കാരവരാണ്.
നീ ഇപ്പോൾ ദിക്ർ ചെല്ലാൻ കാരണക്കാരവരാണ്. ആദ്യമായി അല്ലാഹ് എന്ന് കൂട്ടി എഴുതാൻ നിന്നെ പഠിപ്പിച്ചതവരാണ്, ഉച്ചരിക്കാൻ പഠിപ്പിച്ചതവരാണ്, ഫാത്തിഹ സൂറത്ത് പഠിപ്പിച്ചതവരാണ്. ഏറ്റവും വലിയ കടമയും കടപ്പാടും നിനക്ക് അവരോടാണ് വേണ്ടത്. അതുകൊണ്ട് പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ, നമ്മളെ പഠിപ്പിച്ചതാകുന്ന അധ്യാപകരെ, പ്രത്യേകിച്ച് മദ്രസയിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന ഉസ്താദുമാരെ, മുഅല്ലിമീങ്ങളെ ഒരാളും മറക്കരുത്. മരണപ്പെട്ടവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതുക. ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരെ പോയി കാണുക, രോഗികളാണെങ്കിൽ അവരെ പോയി കാണുക, അവരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക, അവരെ സന്തോഷിപ്പിക്കുക, അവർക്ക് വേണ്ടുന്നതാകുന്ന ഹിബത്തുകൾ, സംഭാവനകൾ നൽകുക, മാന്യമായ രീതിയിൽ അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയുണ്ടാകും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ അതും കൂടി സാന്ദര്യമായി ഉണർത്തുകയാണ്. കാരണം 50 വർഷം പിന്നിട്ടിരിക്കുകയാണ് നമ്മുടെ മദ്രസ. എത്രയോ ഉസ്താദുമാർ നമുക്ക് സേവനം ചെയ്തിട്ടുണ്ട്. അതിൽ മരണപ്പെട്ടു പോയ എത്രയോ സാലിഹീങ്ങളുണ്ട്. അള്ളാഹുരുടെയൊക്കെ ദറജ ഉയർത്തട്ടെ. അന്ന് പടക്കത്തിൽ പഠിച്ചതാകുന്ന വിദ്യാർത്ഥികൾ പോലും ചിലപ്പോഴൊന്നും ഉണ്ടാവില്ല. എല്ലാവരും, പലരും ഇന്ന് ഖബറിലായിരിക്കും. അള്ളാഹു ആ മക്കൾക്കടക്കം എല്ലാവർക്കും പരിപൂർണമായ മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് പ്രത്യേകം അവരെ മറക്കരുത് എന്നുകൂടി ഇത്തരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ.